പാട്ട് കേൾക്കണം. പാട്ടേ വെക്കാലോ. വെൽക്കം ബാക്ക് ടു ലവ് ബീറ്റ്സ്. ഒന്ന് ചോദിച്ചോട്ടെ, പറയാൻ കഴിയാത്ത എന്തോ ഒന്ന് അവനിലേക്കോ അവളിലേക്കോ നിങ്ങളെ അടുപ്പിക്കാറുണ്ടോ? എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ആ കണ്ണുകൾ പറയാറുണ്ടോ നീ എന്റേതാണെന്ന്, ഞാൻ നിനക്കുള്ളതാണെന്ന്? അങ്ങനെയെങ്കിൽ ആ പ്രണയം നിങ്ങളിലും പെയ്തു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ചേട്ടനെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വീടൊക്കെ വിട്ട് ഇറങ്ങി ഓടി വന്ന് ഇട്ടിട്ട് പോയി ചെറുക്കൻ്റെ പറയും എന്തിനാ പോണേന്ന്. സിജിനൊന്നും അറിയാതെ അങ്ങനെ ചെയ്യില്ല. എന്തെങ്കിലും ഉണ്ടാവും. അതെന്താന്ന് എനിക്കറിയണം. പിന്നെ ചേട്ടൻ വന്നില്ലായിരുന്നു ഞാനിപ്പോൾ ബസ് കയറി നാട്ടിൽ പോയാണ്. ഇപ്പൊ ഒരു പ്രതീക്ഷയൊക്കെയുണ്ട് എനിക്ക്. സിജിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോവും. അമ്മ വെയിറ്റ് ചെയ്യാം. പിന്നെ നാളെ രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകണം. എന്തിനാ ചിരിക്കുന്നത്? ഞാൻ ചിരിച്ചില്ലല്ലോ. ചിരിച്ചു, ഞാൻ കണ്ടല്ലോ. അതിന് ചിരിക്കാനും പാടില്ലേ? ഇപ്പൊ ചിരിച്ചു. ഇത് കഷ്ടമാണ്. ചേട്ടാ, നമ്മളിത് എവിടെ എത്തിയേക്കുന്നേ? എനിക്ക് ഒരു വളവ് മിസ്സായെന്ന് തോന്നുന്നു. നമുക്ക് സിജിന്റെ കണ്ടുപിടിക്കണ്ടേ? ആ, കണ്ടുപിടിക്കണം. തൻ്റെ അടുത്ത് ആ പോലീസുകാരൻ നമ്പറില്ലേ? ആ, അവൻ തന്നെ വിളിച്ചു നോക്കും. ഓക്കെ. ഹലോ സാറേ. സാർ, ഞാൻ സിദ്ധാർത്ഥാണ്. ഏത് സിദ്ധാർത്ഥ്? സാറേ, നമ്മൾ 2 പ്രാവശ്യം കണ്ടായിരുന്നു ആ പെങ്കൊച്ചിനെ സഹായിക്കാനായിട്ടേ. SP രാജ്കുമാർ സാറിൻ്റെ ഫ്രണ്ട്. അത് തന്നെ. പറ. അല്ല സാറേ, ആ പെങ്കൊച്ച് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ആ ചെറുക്കൻ സിജിനില്ലേ, അവനെ കിട്ടിയിട്ടുമില്ല. സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഫോട്ടോ അയച്ചുതരാം. അയ്യോ, ഞാനത് വിട്ടുപോയി. ഇത്തിരി തിരക്കായിപ്പോയി. ഞാൻ നോക്കട്ടെ. ഓക്കെ സാർ, താങ്ക്സ്. ഇയാളുടെ പോലീസുകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ചേട്ടാ, എനിക്ക് വിശക്കുന്നു. കുറച്ചു മുന്നേ അല്ലേ പൊറോട്ടയൊക്കെ കഴിച്ച് ബാത്റൂമിലൊക്കെ പോയത്? അതൊക്കെ തേച്ചു പോയി. എനിക്ക് ടെൻഷനൊക്കെ പെട്ടെന്ന് തേക്കും. ശരി. എനിക്ക് കടൽ കാണുമ്പോൾ എനിക്ക് മീൻ കഴിക്കാൻ തോന്നുന്നു. മീനോ? ആ. ഈ നേരത്തോ? ആ, ഇവിടെ അടുത്ത് ചുട്ട മീൻ കിട്ടുന്നൊരു സ്ഥലമുണ്ട്, നല്ലതാ. ടെൻഷന് ബെസ്റ്റാ. കറിയോ? എങ്ങനെയുണ്ട് സ്ഥലം? കൊള്ളാം, അടിപൊളി. ഇത് ആർക്കും അറിഞ്ഞൂടാത്തൊരു സീക്രട്ട് സ്പോട്ടാ. ഉഗ്രൻ ഡിഷുകളാ. ഊട്ടിയിലാവുമ്പോ അവിടെ ഫ്രഷ് മീനൊന്നും കിട്ടുന്നുണ്ടാവില്ലല്ലേ? മീൻ വേണമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി. വാ, ഇരിക്കും. എത്തിയല്ലോ. യെസ്. പൊന്നാരമീൻ, കണവ, നെമ്മീൻ, പൊറോട്ട, അപ്പം, സെറലാസ്, ബിരിയാണി ചായ. തുടങ്ങിക്കോ.
എവിടെ തുടങ്ങണ്ട്? അങ്ങനൊന്നുമില്ല, എങ്ങനെയും തുടങ്ങാം. അതിനു മുമ്പ് നന്നായിട്ട് ഇതങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചെങ്കിൽ അതിനൊരു ഫ്ലേവർ വരും. ഇനി കുറച്ചൊന്ന് പിച്ചെടുത്ത് കഴിച്ചു നോക്കി. ആ എടുത്തോ, കുറച്ചുകൂടെ. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഫുഡ് സീൻ. എങ്ങനെയുണ്ട്? കൊള്ളാം. ആ മധുബാബു ആണല്ലോ. ഹലോ സാറേ. ആ അല്ല സാറേ, സാറ് തന്നെ പറയണം. അതാ എൻ്റെ ശരി, ഞാൻ കൊടുക്കാം. മോളെ, അതെ, പിന്നെ എന്നായാലും മോള് ഇതറിയണം. എന്തായാലും കുഴപ്പമില്ല അങ്കിള്. അങ്കിള് പറഞ്ഞു, ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. പറയുമ്പോ മോക്ക് സങ്കടം തോന്നരുത്. ഞങ്ങൾ അന്വേഷിച്ചു അവനെ കുറിച്ച്. ഈ പറയുന്ന പയ്യന് ഇവിടെ മറ്റൊരു അഫയർ ഉണ്ട് മോളെ. ആ കക്ഷിയായിട്ട് അയാൾ ഇവിടെ ലിവിങ് ടുഗദറാണ്. മോള് വേഗം തന്നെ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ വിഷമിക്കാതെ. അല്ല, മൂന്ന് കൊല്ലം ഒരു ക്ലൂ പോലും തരാതെ തന്നെ കളിപ്പിച്ചവനിട്ട് ഒരെണ്ണം പൊട്ടിക്കണം തോന്നില്ലേ? പൊട്ടിക്കണം ചേട്ടാ, എന്തായാലും പൊട്ടിക്കണം. പക്ഷെ എങ്ങനെ പറ്റൂ? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. പക്ഷെ താൻ പൊട്ടിക്കോ? 100%. അവനെ ചകണ്ടടിച്ച് പൊട്ടിക്കും ഞാൻ. ആ പൊട്ടി. എന്നാ ഓക്കെ, സെറ്റ്. ചേട്ടാ ഞാൻ എന്തായാലും പൊട്ടിക്കേ. പൊട്ടിക്കണം. ആ ആ അല്ല പിന്നെ ഹലോ സാർ. കഴിഞ്ഞില്ലേ? ഇനി എന്താണ് പ്രശ്നം? ആ പെങ്കൊച്ച് പോയോ? പോയില്ല സാർ. പോയില്ലേ? ഇല്ല സാർ, ആ പയ്യനില്ലേ സിജിൻ, അവനിട്ടൊരെണ്ണം പൊട്ടിക്കണം എന്നാണ് ഇപ്പം ആ കുട്ടി പറയുന്നത്. ആലോചിച്ചപ്പോൾ അതാണ് അതിൻ്റെ ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. സാറിൻ്റെ അടുത്തൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചാണ്. നിനക്കൊന്ന് പാതിരാത്രി ഒരു പണിയില്ലേടേ? ഇടേ ഒന്ന് ഉറങ്ങാൻ സമയടേ. എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. സാറേ, വലിയ ശരീരമാണെങ്കിലും അതിനൊത്ത മനസ്സാണ് സാറിനെന്നാണ് അന്ന പറയുന്നത്. അതുകൊണ്ട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ സാറിനോട് മാത്രമേ ചോദിക്കാവുന്ന അന്ന പറയുന്നത്. സാർ പ്ലീസ്. ശരി, ഓക്കെ സാർ, താങ്ക് യു. കണ്ടു കിട്ടും. ഞാനേ അവന്റെ മോന്ത കിടന്ന് പൊടിച്ചിട്ട് നാളെ വൈകുന്നേരം അവിടെ എത്തിക്കോളാം. വലിയ അമ്മച്ചി, ഞാൻ വിളിക്കാം. ശരി. അമ്മച്ചി എന്തായി? ആരും ടെൻഷൻ അടിക്കണ്ട. അവനിട്ട് 2 പൊട്ടിച്ചിട്ട് നാളെ വൈകിട്ട് ഇങ്ങ് എത്തുമെന്ന്. നിങ്ങൾ കഴിക്ക്. ഞാനല്ലേ പറയുന്നത്, കഴിക്കുന്നു. ഇതെന്തിനാ? അവരുടെ ഒന്ന് പൊട്ടിക്കണ്ടേ? അതൊന്നും വേണ്ട തന്നെ. Come on.
എന്താ സിനിമ കേട്ടാണ് അവന്റെ മനസ്സലിഞ്ഞാലോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ.